हरे कृष्णा सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. കൃഷ്ണ ഒരു അൺഎക്സ്പെക്റ്റഡ് ലൈവായി പോയല്ലേ. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നെടുക്കാൻ ഓർത്തു. ഈ സമയമായതുകൊണ്ട് കുറേ പേര് കുറവായിരിക്കും. എല്ലാവരും ജോലി സ്ഥലത്തായിരിക്കും. കുറേ പേര് വീട്ടിൽ ധൃതി പിടിച്ച ജോലിയിലായിരിക്കും. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് സർജറി ഒക്കെ കഴിയുന്നത് വരെ ഈ സമയമാണ്. കുറച്ച് ലേറ്റാവും ഇപ്പോൾ എഴുന്നേൽക്കാൻ. രാവിലെ ഒരു 6:30 ഒക്കെ ആവും ഇപ്പോൾ എഴുന്നേറ്റ് വരാൻ. നേരത്തെ അതിനേക്കാൾ മുമ്പേ എഴുന്നേക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു 6:30, 7 ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പൂജയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലേറ്റായിപ്പോവും. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഉള്ളവരെ വെച്ച് ക്ലാസ് എടുക്കാം. ബാക്കിയുള്ളവർ സമയം പോലെ പേജിൽ കണ്ടാൽ മതി, ഒന്നും പ്രശ്നമില്ല കേട്ടോ. 2025 അല്ലേ, പുതുവർഷമായി. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു 2024. പ്രതീക്ഷിക്കാത്ത പല സന്തോഷങ്ങൾ, പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ, നേട്ടങ്ങൾ എല്ലാം നമുക്കുണ്ടായി. അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ വരെ എത്തി. 2025 6-ാം തീയതി ആയിരിക്കും മാതാജി. അപ്പോൾ ഇനി 2025 എല്ലാ വർഷത്തെയും പോലെ കുറേ തീരുമാനങ്ങളെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് 2025 എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ 2 തീരുമാനങ്ങൾ നിശ്ചയമായിട്ടും ജീവിതത്തിൽ എടുക്കുക. ഒന്ന്, ചൊവ്വയും വെള്ളിയും ഉറപ്പായും ഞാൻ ലളിത സഹസ്രനാമം ജപിക്കും. മറ്റ് ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചിരിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുക. ഓക്കെ. പിന്നെ എടുക്കേണ്ടത്, എൻ്റെ വരവ് അനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കൂ. വരവിനേക്കാൾ കൂടുതൽ ഒരു ചെലവ് ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കില്ല. അനാവശ്യമായിട്ട് ഞാൻ ഷോപ്പിംഗ് ഒന്നും ചെയ്യില്ല എന്ന് നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കണം. നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഓരോന്ന് കാണുമ്പോൾ വാങ്ങണം, വീടൊന്ന് പെയിൻറ് ചെയ്യണം, പുതിയ കർട്ടൻ വാങ്ങണം, പുതിയ ബെഡ്ഷീറ്റ് വാങ്ങണം ഒക്കെ. പക്ഷേ നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിലൊരു പച്ചക്കറി വാങ്ങണമെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപ ഇല്ലാതെ വാങ്ങാൻ പറ്റൂല എന്നൊരവസ്ഥയിലേക്ക് കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് ഇത് അധികരിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ചെലവെല്ലാം ചുരുക്കി വരവിനനുസരിച്ച് അതിനേക്കാൾ താഴെ നിന്നുകൊണ്ടേ നമ്മൾ ജീവിക്കൂ എന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം. സുഖസൗകര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? വാർദ്ധക്യം എന്ന് പറയുന്നൊരു കാലം. അതെല്ലാവരെയും കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ വാർദ്ധക്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആർക്കും ഒരു ഭാരമാവരുത്. ഒരു അസുഖം വന്നാൽ നമ്മൾ ആർക്കും ഒരു ഭാരമാവരുത്. നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ സൂക്ഷിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. എത്ര ആരോഗ്യത്തോടു കൂടി നടന്നാലും അനാരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാനെന്ന ഭാവത്തിൽ നിന്ന് നമ്മളെന്ന ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയാണ് ഈ അനാരോഗ്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എത്രയോ ഹാപ്പി ആയിട്ട് തുള്ളിക്കളിച്ച് നടന്ന് യാത്ര ചെയ്ത ഞാൻ ഇന്നൊന്ന് ഈ വീട് വിട്ട്, താങ്ക് യു അമ്മ, വീട് വിട്ട് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ ഞാനൊന്ന് ആലോചിക്കും, അയ്യോ എനിക്ക് വയ്യ, വേദനിക്കും. ആ മനസ്ഥിതിയിലേക്ക് നമ്മൾ മാറുന്ന അവസ്ഥയിലോട്ട് നമ്മളെ ഓരോ നിമിഷവും ആരോഗ്യം കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇനി അങ്ങോട്ടാണ് ഞാൻ ജീവിക്കേണ്ടത്. ഇതുവരെ ജീവിച്ചതല്ല ജീവിതം. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഓരോ രൂപയും ചേർത്ത് വെക്കണം. ഞാനെന്ന വ്യക്തി മറ്റൊരാൾക്ക് ഭാരമായി മാറരുത്. എന്തെങ്കിലും വന്നാൽ അത് ഞാൻ തന്നെ എന്നെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും ഞാൻ തന്നെ ഉണ്ടാവണം എന്ന ഉറച്ച മനോഭാവം നമ്മൾക്കുള്ളിൽ വേണം. മനസ്സിലായില്ലേ? അവിടെ സേവ് ചെയ്യണം, എപ്പോഴും സേവ് ചെയ്യണം. നമുക്ക് വേണ്ടി മാത്രമെങ്കിലും സേവ് ചെയ്യണം. മുന്നോട്ട് പോകണം.
നമ്മൾ 10 ദിവസം മാതാജി. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, വെജായി മാറുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇത്രയും സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നത് എൻ്റെ ഒരു സജഷൻ നിങ്ങൾ നന്നായി ഇലക്കറികൾ കഴിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അതെ, ഏറ്റവും കുറഞ്ഞത് ഒരു 5 മാലയെങ്കിലും നമ്മൾ ജപിക്കാൻ ശ്രമിക്കണം. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഏറ്റവും നന്നായി ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ആണ് എനിക്ക് തോന്നുന്നു ഈ ഇത്രയും സിവിയർ ആയിരിക്കുന്ന ഒരു പഴുപ്പ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടായപ്പോഴും നിങ്ങൾ അതിനെ സസ്റ്റെയിൻ ചെയ്ത് പോയത് എന്നാണ്. അപ്പോൾ ഞാൻ ശ്രീല പ്രഭുപാജിയോട് ഒരുപാട് നന്ദി പറയുന്നു നമ്മളെ വെജിറ്റേറിയനിലോട്ട് മാറ്റിയതിന്. അതുകൊണ്ട് വെജിറ്റേറിയൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. വെജിറ്റേറിയൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും താങ്ങായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അതൊക്കെ എല്ലാവരും സൂക്ഷിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ എത്ര ഹെൽത്ത് കോൺഷ്യസ് ആയാലും നമ്മൾക്ക് എങ്ങനെങ്കിലുമൊക്കെ ശാരീരികമായ ഒരു അടി നമുക്ക് വരും. അത് മുന്നിൽ കണ്ട്, വാർദ്ധക്യത്തെ മുന്നിൽ കണ്ട് ജപിച്ച് വായിച്ച് നല്ല എന്താ പറയുക ബോൾഡായിട്ട് മുന്നോട്ട് ജീവിക്കുക. ഇതാണ് എനിക്ക് 2025 നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. അടിച്ചു പൊളിക്കാനും തമാശിക്കാനും ഇറങ്ങുന്ന സിനിമകൾ കാണാൻ ഓടാനും ആഗ്രഹങ്ങൾക്കും എല്ലാം ജീവിതത്തിൽ എന്താ പറയുക അവസരങ്ങൾ ഉണ്ടാവും. തളർന്നു പോയാൽ താങ്ങാൻ ആരും ഉണ്ടാവില്ല എന്ന ഒരു വസ്തുത നമ്മളെപ്പോഴും മനസ്സിൽ വെച്ച് വേണം ജീവിക്കാൻ. പരസ്പരം കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും അല്ല ജീവിതത്തിൽ സമയം കാണേണ്ടത്. കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമസ്തേ പ്രഭു, ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഉറക്കെ പറഞ്ഞാൽ കേൾക്കും ബിന്ദുമ്മേ, പാലെടുത്തോളൂ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ള, ജപമാല ഇട്ട് തരാം. അവന്തികയുടെ ഫീസിനെ കുറിച്ച് ലാസ്റ്റ് ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു. കുറേ പേര് സഹായിച്ചു വരുന്നു. 25,000 രൂപയാണ് എനിക്ക് അടയ്ക്കേണ്ടത്. അത് കഴിഞ്ഞും ആരെങ്കിലും പൈസ ഇടുകയാണെങ്കിൽ ഞാൻ ആ പൈസ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളുണ്ട് ശ്രീധരൻ പ്രഭു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്കറിയോ എന്നറിയില്ല. പലപ്പോഴും ആ പാവം കമൻസ് ഇടാതെയാണ് ലൈവ് കാണാറ്. എനിക്കൊരു 3 വർഷമായിട്ട് അദ്ദേഹത്തെ അറിയാം. മലപ്പുറത്തുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണൻ പ്രഭുവിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെ ഒരു സഹോദരൻ തന്നെയാണ് അദ്ദേഹം, ഒരു സംശയവുമില്ല. അക്ഷരം തെറ്റാതെ ഞാൻ പറയും എൻ്റെ സഹോദരനാണ് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മലാശയ ക്യാൻസറാണ്, മലദ്വാര ക്യാൻസറാണ് അദ്ദേഹത്തിന്. അപ്പോൾ 2 തവണ RCCയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി കിച്ചൂട്ടൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാത്തിൽ നിന്നൊന്ന് പുറത്തു വന്നതായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിൻ്റെ കുറച്ച് സിംറ്റംസ് കണ്ടു തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പാവം ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോവാണ്. ഓരോ ദിവസവും സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണത്. അന്നേരം എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ലൈവിൽ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ ഉണ്ണികൃഷ്ണൻ പ്രഭുവിനെ കുറച്ച് നാളായി ലൈവിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ലൈവിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, മാതാജി ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കണേന്ന് പറഞ്ഞു. കുറച്ച് നാളായിട്ട് ഇരുന്ന് കുറേ നേരം നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കാണ് മെസ്സേജുകളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇന്നലെ മെനയാന്നായിട്ട് കുറേ മെസ്സേജ് നോക്കിയ കൂട്ടത്തിൽ അതിൻ്റെ മുൻപേ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് റീഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പ്രഭു ഇട്ടിരിക്കുന്നു, നമ്മുടെ ശ്രീധരൻ പ്രഭുവിന് വീണ്ടും ഒരു സർജറി ആണെന്നും അതിന് 2 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ട് ഞാനൊന്നും ചിന്തിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ശ്രീധരൻ പ്രഭു, ഞാൻ ഒരു വാക്ക് അങ്ങേക്ക് തരാം. എന്താന്ന് വെച്ചാൽ, അങ്ങ് എന്തുകൊണ്ടാണ് സർജറി ഡേറ്റ് 3-ാം തീയതിയിൽ നിന്ന് മാറ്റിയതെന്ന് ചോദിച്ചു. 3-നായിരുന്നു ഡേറ്റ് പറഞ്ഞത്. എന്താ അങ്ങ് മാറ്റാൻ കാരണം എന്ന് ചോദിച്ചു. അല്ല മാതാജി, അത് മക്കൾ പഠിക്കുന്നു. അപ്പോൾ RCCയിൽ ഇത്രയും സസ്റ്റെയിൻ ചെയ്ത് അച്ഛൻ കിടക്കുമ്പോഴും ഈ ഒരു മകൻ പഠിച്ച് വലിയ മാർക്ക് എല്ലാം A+ നേടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. +2നോ 10th ഈ കഴിഞ്ഞ വർഷം. ആ മോനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛൻ്റെ അനാരോഗ്യം ഞാൻ മനസ്സിലാക്കുന്നു മാതാജി, അപ്പോൾ ഞാനെങ്കിലും പഠിച്ച് ഒരു പൊസിഷനിൽ എത്തിയാലല്ലേ എൻ്റെ അച്ഛനെ മുന്നോട്ട് എനിക്ക് നോക്കാൻ പറ്റൂ എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതുകൊണ്ട് പഠിത്തത്തിൽ ഞാൻ എൻ്റെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനു വേണ്ടി അത് 3-ാം തീയതിയിൽ നിന്ന് 20-ാം തീയതിയിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചപ്പം, കാരണം ക്യാൻസറാണ്, ഓരോ സെക്കൻഡും സ്പ്രെഡായി പോവത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാജി എനിക്ക് പൈസ റെഡി ആയിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങേക്കുള്ള പൈസ അവിടെ എത്തിച്ചിട്ടേ ഞാൻ എൻ്റെ സർജറിക്ക് പോകും. എനിക്ക് 6-ാം തീയതിയാണ് സർജറി പറഞ്ഞത്.
മറുത്ത ആരും എന്നോടൊന്നും പറയരുത് ഇങ്ങോട്ട്, ഞാൻ അനുസരിക്കില്ല ആ കാര്യത്തിൽ. അപ്പം ഞാൻ പലരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചോദിച്ചു, എന്താ അമ്പിളി മാതാജി ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല മാതാജി, എനിക്ക് അശുദ്ധിയാവാനുള്ള ഡേറ്റ് ഉണ്ട്, പിന്നെ എനിക്ക് ഷൂട്ടിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടൊക്കെയാണ് ഞാൻ എൻ്റെ സർജറി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. വാസ്തവം അതല്ല. എനിക്ക് ശ്രീധരൻ പ്രഭുവിൻ്റെ സർജറിക്കുള്ള പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അത് ആരൊക്കെയാണ് സഹായിച്ചിരിക്കുന്നത് എന്നുള്ളത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട്, അവന്തികയ്ക്ക് ആരൊക്കെയാണ് സഹായിച്ചിരിക്കുന്നത് എന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് അവന്തികയുടെ ഫീസും അടച്ചിട്ടേ ഞാൻ സർജറിക്ക് പോകൂ എന്ന് ഞാൻ തീരുമാനം എടുത്തത് കൊണ്ട് എൻ്റെ ഡോക്ടറെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ചെറിയൊരു സമയം കൂടി വേണം, എൻ്റെ ഷൂട്ടിൻ്റെ ഡേറ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് അതൊന്ന് പ്ലാൻ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പം എനിക്ക് അതുവരെയുള്ള ടാബ്ലറ്റ്സും വാങ്ങി ഞാൻ കഴിഞ്ഞ ദിവസം വന്നതാണ്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ റീസൺ. കാരണം കിച്ചുവിൻ്റെ മുന്നിൽ വെച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വെച്ച് നീട്ടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം, എങ്കിലും നിങ്ങൾക്ക് ജോലി സംബന്ധമായ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ്സ് തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ എനിക്ക് ടാബ്ലറ്റ്സ് തന്നു വിട്ടു. പക്ഷേ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ തിയേറ്ററിൽ കയറുന്നതിനേക്കാൾ മുൻപേ ശ്രീധരൻ പ്രഭു എന്ന് പറയുന്ന ഗുരുവായൂർ മഞ്ചരീസിലെ എൻ്റെ സഹോദരന് ആവശ്യമായ തുക എനിക്ക് അവിടെ എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് ദയവായി എല്ലാവരും സഹായിക്കുക. ഞാനും എൻ്റെ സാലറിയിൽ നിന്നൊരു ചെറിയ കോൺട്രിബ്യൂഷൻ എടുക്കുന്നു. അവന്തികയുടെ ഫീസിന് സഹായിച്ചവരുടെയും ശ്രീധരൻ പ്രഭുവിൻ്റെ സർജറിക്ക് സഹായിക്കുന്നവരുടെയും ലിസ്റ്റ് ഞാൻ ഇന്നലെ രാത്രി ഒരു 12:30-1 മണി വരേക്കും ഞാൻ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉടനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും ഹോസ്പിറ്റലിലേക്ക് പോകും. അതുകൊണ്ട് 6-ാം തീയതി എന്നുള്ള എൻ്റെ ഒരു സർജറി ഞാൻ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഡേറ്റ്. അതുവരെ മരുന്നിൽ ഞാൻ പിടിച്ച് നിന്നോളാം. പക്ഷേ എനിക്ക് അതിനേക്കാൾ മുൻപേ ആയിട്ട് ശ്രീധരൻ പ്രഭുവിനെ സേഫാക്കി RCCയിലേക്ക് സർജറിക്ക് പറഞ്ഞു വിടണം. അതാണ്. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ഈ 2 റിക്വസ്റ്റ്. ഇനി സർജറി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കണം. അത് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് തരുമ്പോൾ ആരുടെ പേരിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഒന്ന് എഴുതി വെക്കണം. എന്നാലേ എനിക്കത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിർബന്ധമായിട്ട് എനിക്ക് ആര് തരുന്നു, എത്ര തുക തരുന്നു എന്നുള്ളത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അത് മഞ്ചരീസിൻ്റെ ഒരു സുതാര്യമായ പ്രവർത്തനത്തിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അമ്പാടിയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരുനെല്ലി ക്ഷേത്ര നവീകരണത്തിനായിട്ട് നമ്മളൊരു 17,000 രൂപയോളം സ്വരൂപിച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയി കൊടുക്കണം. സർജറി ഒക്കെ കഴിയട്ടെ, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. മാതാജി ആദ്യം പോകൂ എന്നൊന്നും എന്നോട് ആരും പറയരുത്. ഞാൻ പോകൂല. ഞാൻ ആദ്യം ശ്രീധരൻ പ്രഭുവിൻ്റെ ആ ഒരു വിഷമം തീർത്ത് അവന്തികയുടെ ഫീസും അടച്ചു കൊടുത്തിട്ട് ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്തിട്ട് വരും. രക്ഷിത് ഹോസ്പിറ്റലിൽ ചെന്നൈയിലാണ്, യശ്വന്ത് ഡോക്ടറിൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് ഒന്ന് മാറ്റിയത്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. നിങ്ങൾക്കും ഒരു പ്രോബ്ലം വരുമ്പോൾ എനിക്ക് ഇതുപോലെ പല ടെൻഷൻസ് വരും. അതുകൊണ്ട് ദയവായി ആരോഗ്യം സംരക്ഷിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എൻ്റെ മഞ്ചരീസ് കുടുംബത്തിൽ ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോൾ അത് കണ്ടില്ല എന്ന് കരുതിക്കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരും. അപ്പം ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുക. ഇങ്ങനെയുള്ള വിഷമങ്ങളൊന്നും എനിക്ക് തരാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡേറ്റ് ഒന്ന് 6th എന്നുള്ളത് ഒന്ന് മാറ്റി പിടിച്ചത്. ഇതിപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എനിക്കിന്ന് പൊങ്കാലയിടും, അത് വേറെ കാര്യം. കണ്ടില്ലേ ഇങ്ങനെ ചെയ്തത്? നമ്മളോട് പറയാതെ ഡേറ്റ് ചോദിച്ചപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഇതായിരുന്നു ഉള്ളിലിരിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എനിക്ക് കിട്ടും. എന്നാലും സാരമില്ല, പോട്ടെ, നമുക്ക് നോക്കാം. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഭഗവത്ഗീത യഥാരൂപത്തിൽ നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് 40 വരെയുള്ള ശ്ലോകങ്ങളായിരുന്നു. ഇനി 41ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോകുന്നു. 41ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ, പ്രാഭ്യ പുണ്യകൃത്യാം ലോകാനുഷിത്വ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ എന്നുള്ളതാണ്. കുറവ് ഒരു കുഷ്യനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ആ കുഷ്യനിൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പെയിൻ തോന്നൂല. ഈ കുഷ്യനിൽ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ത്രിശങ്കു സ്വർഗത്തിലിരിക്കുന്ന പോലെ ലോകം മുഴുവൻ കാണും. നല്ല പെയിനാണ്. ഇരിക്കുന്ന പൊസിഷനിൽ മാറാൻ പാടില്ല. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന് വേദനയാണ്. ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സെഡേഷൻ ടാബ്ലറ്റാണ്. അപ്പോൾ ഒരു അതിൻ്റേതായ ക്ഷീണവും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് കാര്യം. 6th മുമ്പ് ശരിയായാൽ അടുത്തൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പോകാം അമ്മ. എന്നെക്കൊണ്ടാവുന്ന തുക അവിടെ എത്തിച്ചു കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. എനിക്കത് എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു ടെൻഷൻ വരും. അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നല്. ചിലപ്പോൾ എനിക്ക് അനസ്തേഷ്യ തന്നാലും അത് ഞാൻ മരവിച്ച് പോയി എന്ന് വരില്ല.
അപ്പോൾ അതുകൊണ്ട് മാക്സിമം എത്രയും പെട്ടെന്ന് എനിക്കത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെയൊക്കെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഗ്രൂപ്പിൽ ഇങ്ങനെ ആർക്ക് എന്ത് ഇതൊക്കെ മേജർ ഇഷ്യൂസ് അല്ല അമ്മ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ റിക്കവർ ചെയ്യിപ്പിക്കണം. കാരണം ക്യാൻസർ അല്ലേ, അതും മലദ്വാര ക്യാൻസർ. ആ ബാഗ് മാറ്റുക എന്നൊക്കെ പറയുന്നത് കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ പെയിൻ എന്താണെന്ന്. ഈ ഒരു ചെറിയൊരു പഴുപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ് എത്രയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ പാവം എത്ര അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരൻ ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹെൽത്ത് നോക്കാമെന്ന് പറയുന്നത് എനിക്കത് പറ്റൂല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യമൊന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കണം, വളരെ അത്യാവശ്യമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡേറ്റ് എടുത്ത്, വൈകാതെ 15-ാം തീയതിക്ക് മുമ്പ് ഒരു ഡേറ്റ് എടുത്ത് ഞാൻ എന്തായാലും സർജറിക്ക് പോകും. കാരണം എൻ്റെ അവസ്ഥയിൽ എനിക്കത് പോകാതിരിക്കാൻ പറ്റില്ല. അതാണ് കാര്യം. അദ്ദേഹത്തിനെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യിക്കണം. അത് അദ്ദേഹം എന്നല്ല, മഞ്ജരീസിൽ ആർക്ക് എന്ത് പറ്റിയാലും അത്രയും സ്ട്രെയിൻ എടുക്കാൻ ഞാൻ റെഡിയാണ്. അല്ലെങ്കിൽ പിന്നെ മഞ്ജരീസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനും കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മാറി നടക്കാമെന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ. അത് പിന്നെ ഞാൻ അതിൻ്റെ തലപ്പത്തിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എനിക്ക് നമ്മുടെ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ എന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത്. ബിന്ദമ്മ അത് ഓഫാക്കിക്കോളൂ. അപ്പോൾ 41-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പ്രാഭ്യ പുണ്യകൃത്യാം ലോകാനുഷിത്ത ശാശ്വതീ സമാഹ ശുചിനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ എന്ന് വെച്ചാൽ, അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയും ധനികരുടെയും കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു എന്നാണ്. അതൊക്കെ റെഡിയാവും പ്രഭു, ഒന്നും വിഷമിക്കാതിരിക്കും. അപ്പോൾ നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ധാർമ്മികമായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും, കാരണം നമ്മൾ പ്യൂറായിട്ട് ഗോസ്വാമിമാരെ പോലെ നമ്മൾ ജീവിക്കുന്നില്ല അല്ലേ. നമുക്ക് കുറേ എന്തുണ്ട്, കുറവുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് സ്വാഭാവികമാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ. നമ്മൾ ഒരാളെ ചൂണ്ടി അവരുടെ കുറവുകൾ പറയാൻ ശ്രമിക്കുന്നതിനേക്കാൾ മുൻപേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പൂർണ്ണരല്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമില്ല. കാരണം എന്താ അറിയോ, ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് മറ്റൊരാളെ വിധിക്കാൻ പറ്റും. അവരുടെ ഭാഗത്തുള്ള തെറ്റുകളെ നമുക്ക് അനായാസേന നമുക്ക് തിരുത്തി കൊടുക്കാൻ സാധിക്കും. നോക്കൂ, ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, അല്ലെ ഇങ്ങനെ ചെയ്യൂ, അതാണ് അതിൻ്റെ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് പാടിക്കൊണ്ട് നടക്കുന്നവന്റെ ഉള്ളിലെ തെറ്റുകളെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് ഒരു പാപമായി മാറും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയുന്നത്, സ്വന്തം കണ്ണിലെ കരടെടുക്കാതെ അന്യന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുക്കാൻ നടക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരാളെ നേരെ വിരൽ ചൂണ്ടുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. അപ്പൊ നമ്മൾ ആരാണ് അവരെ വിധിക്കാൻ? പെർഫെക്റ്റായ ഒരു ജഡ്ജിന് മാത്രമേ ഒരാൾക്ക് വിധി പറയാൻ സാധിക്കൂ. അപ്പൊ നമ്മൾ പെർഫെക്റ്റായ ഒരു ജഡ്ജ് അല്ല. നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ നമുക്ക് ശരികളായിരിക്കാം, പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ തെറ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ഒരാളെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് നമുക്ക് പാപമായി മാറും. കേൾക്കാൻ പോലും നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അടുത്ത് ആരെങ്കിലും കുറ്റം പറയാൻ വന്നാൽ ഞാൻ അതാ പറയും, നോക്കൂ അതവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിട്ടേക്കും. നമ്മൾ എന്തിനാണ് വെറുതെ ഇത് പറഞ്ഞ്, അതിൻ്റെ ആവശ്യമില്ല, വിട്ടേക്കത് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാവണം. മുൻകാലങ്ങളിൽ ചിലപ്പോൾ നമ്മളത് കേട്ട് നിന്നിട്ടുണ്ടാവാം, പറഞ്ഞിട്ടുണ്ടാവാം, പാസ്റ്റ് ഈസ് പാസ്റ്റ്. എല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ട് അല്ലേ. പക്ഷെ പ്രസന്റിൽ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കണം. ഞാനിപ്പോൾ ആ ഒരു കാറ്റഗറിയിലോട്ട് മാറി. എന്തിനാ ഒരാളുടെ കുറവും കുറ്റവും പറയണത്? നമ്മൾ സ്വയം മാറുക, നമ്മൾ കേൾക്കാൻ നിൽക്കണ്ട. നമ്മൾ പെർഫെക്റ്റ് അല്ല, പിന്നെ എന്തിനൊരാളെ കുറ്റം നമ്മൾ കേൾക്കാനും പറയാനും നിൽക്കണം എന്ന ഭാവത്തിലേക്ക് നമ്മൾ മാറുക. കാരണം അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാന്നൊരു ചൊല്ലുണ്ട്. ആ വഴിക്ക് പോയിക്കോട്ടെ. ഒരാളെ നമുക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. എടാ ഇങ്ങനെ ചെയ്യല്ലേട്ടോ, ഇങ്ങനെ ചെയ്ത് എങ്ങനെ ആവില്ല, നീ കുറച്ചും കൂടെ നന്നാവില്ലേ, മാറ്, നീ ഇങ്ങനെ ചിന്തിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരെ നമുക്ക് ആ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവസാനം ഒരു പടുകുഴിയിൽ വീണ് കഴിഞ്ഞാൽ ആലോചിക്കും, ഷോ ഞാൻ എന്തിനിങ്ങനെയൊക്കെ ചെയ്തു എന്നൊരു ചിന്ത വരും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുക? നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് അല്ല എന്ന് ചിന്തിക്കുക. അപ്പം നമ്മളെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ജീവിച്ച് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ മരിച്ചു പോകും. മരിച്ചു പോയാൽ നമുക്ക് വീണ്ടും പുനർജന്മം അനിവാര്യമായി വരുമ്പോൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഏത് രീതിയിലെല്ലാം നന്മകൾ ചെയ്തോ,
ആ നന്മകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജനിക്കാൻ പോകുന്നത്, പുനർജന്മത്തിൽ ജനിക്കുന്നത് ഒരു നല്ല ഭക്തരുടെ കുടുംബത്തിലോ, അതുപോലെ തന്നെ അതെ അവരുടെ നെഗറ്റീവ്സും കൂടെ നമുക്ക് തന്നിട്ട് പോകും. അപ്പോൾ ഒരു നല്ല ഭക്തരുടെ കുടുംബത്തിലോ, അല്ലെങ്കിൽ നല്ല ഒരു എന്താ പറയാ, നല്ല ഒരു സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലോ ഒക്കെ ആയിട്ട് നമ്മൾ ജനിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് അല്ലലുകളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതെ നമ്മൾ ജീവിക്കും. കഴിഞ്ഞ ജന്മത്തിൽ ഒത്തിരി പാപം ചെയ്തവരാണ് ഭക്തിയില്ലാത്ത, സാമ്പത്തികമില്ലാത്ത ഒരു കുടുംബത്തിൽ പോയി ജനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത്രയും നമ്മൾ ചിന്തിക്കുക. അതിന് നമ്മൾ ഒരിക്കലും ഈശ്വരനെ പഴിച്ചിട്ട് കാര്യമില്ല. ഭഗവാനെ, ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു, എനിക്ക് സാമ്പത്തികം തരൂ, അല്ലെങ്കിൽ എനിക്ക് നല്ല ഭക്തിയിൽ ജീവിക്കണം എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ ജന്മം കുറെ തെറ്റ് ചെയ്തു പോയി. അതിന്റെ പരിണിത ഫലമാണ് ഈ ജന്മത്തെ നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വെച്ച് നമ്മൾ ഈശ്വരനെ മാറി ചിന്തിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാനെ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സമസ്താപരാധങ്ങളും പുറത്തുകൊണ്ട് അവിടുന്ന് എനിക്ക് ജീവിക്കാനുള്ളൊരു വഴി കാണിച്ചു തരൂ എന്ന് നമ്മൾ അപേക്ഷിക്കുക. അല്ലാതെ ഭഗവാനെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. നല്ല ആത്മാക്കളുടെയോ നല്ല ധനികരുടെയോ കുടുംബത്തിൽ നമ്മൾ പിന്നീട് ജനിക്കും. നമ്മൾ ഒരുപാട് കഴിഞ്ഞ ജന്മം ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് നല്ല നല്ല അച്ഛനമ്മമാർക്ക് ജനിക്കും. നല്ല ഭക്തിയുള്ള അച്ഛനമ്മമാർക്ക് നമ്മൾ മക്കളായി പിറക്കും. അവർ നമ്മളെ ഭക്തിയിലേക്ക് വഴി കാണിച്ചു തരും. നല്ല സാമ്പത്തിക ശേഷി അടിയുറപ്പുള്ള ഒരു കുടുംബത്തിൽ ജനിക്കും. അപ്പം നമുക്ക് സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരാജയമടഞ്ഞ യോഗികളിലും 2 തരക്കാരുണ്ട്. തെറ്റ് ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ ഭക്തിയുടെ ലൈഫിൽ നിന്ന്, ഭക്തിയുടെ വഴിയിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന യോഗികളുണ്ട്. അവരെ 2 തരത്തിലുണ്ടെന്നാണ് ഗീതയിൽ പറയുന്നത്. ചിലർ തെല്ലൊന്ന് മുന്നേറിയ ശേഷം വീണു പോകുന്നു. ചില വ്യക്തികളെ ഭക്തിയിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവർ വീണു പോകും, ഭക്തിയിൽ നിന്ന് വീണു പോകും. കാരണം എപ്പോ വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് പുറത്തു വരേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തി എന്ന് പറയുന്നത് കുറച്ച് നാള് നമ്മളിങ്ങനെ ജപിച്ചും വായിച്ചും പോകുമ്പോൾ പിന്നീട് നമ്മൾ അതിൽ നിന്ന് വീണു പോകും, അറിയാതെ നമ്മൾ വീണു പോകും. മറ്റു ചിലർ ഏറെക്കാലം ഭക്തിയിൽ ഇങ്ങനെ തുടർന്ന ആൾക്കാരായിരിക്കും. പ്രാർത്ഥനയും വഴിപാടും ജപവും വായനയായിട്ട് പോയിട്ട് കുറേ കാലം കഴിയുമ്പോൾ പെട്ടെന്ന് അവർ അതിൽ നിന്ന് സ്കിപ്പായി പോകും. മനസ്സിലായില്ലേ? അല്പകാലത്തിനുള്ളിൽ തോൽവി ഏൽക്കുന്നവരാണ് പുണ്യാത്മക്കൾക്ക് മാത്രമായുള്ള ഉപരിലോകങ്ങളിൽ പ്രവേശിക്കുന്നത്. അപ്പൊ കുറച്ചു കാലം മാത്രം അതിൽ നിന്നുകൊണ്ട് വീണുപോയ ആൾക്കാര് മരിച്ച് വേറെ ലോകങ്ങളിൽ, ഉപരിലോകങ്ങളിൽ എത്തുമ്പോൾ അവിടെ പുണ്യാത്മാക്കൾക്ക് മാത്രമുള്ള ഒരു ലോകമുണ്ട്. അപ്പൊ കുറച്ചു കാലം ഭക്തി പ്രാക്ടീസ് ആയിട്ട് വീണു പോയാലും ആ കുറച്ചു കാലം ഭക്തി പ്രാക്ടീസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെവിടെ എത്തും? പുണ്യാത്മാക്കൾക്ക് മാത്രമായുള്ള ലോകത്തിലേക്ക് അവരെത്തുന്നാ പറയുന്നത്. കാരണം നമ്മൾ കുറച്ചു നാള് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ എങ്കിലും ആ കുറച്ചു നാളിന്റെ ഗുണം നമുക്ക് ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? വളരെ കുറച്ചു നാളാണ് ഭക്തി പ്രാക്ടീസ് ചെയ്തതെങ്കിലും ആ ചെയ്തതിന്റെ ഫലം ലഭിക്കാനായി നമ്മൾ പുണ്യാത്മാക്കൾക്കുള്ള ലോകത്തിലേക്ക് പോകും. കുറേ വർഷങ്ങൾ അവിടെ ജീവിച്ചതിന് ശേഷം അവർ വീണ്ടും പുനർജനിക്കണം ഭൂമിയിൽ വന്നിട്ട്. ക്ലിയർ? കുറേ വർഷം അവിടെ ജീവിച്ചതിന് ശേഷം, ഇപ്പൊ നമ്മുടെ ഇതുപോലെയാണ്, ഇപ്പൊ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നവർക്കറിയാം, കറണ്ട് പോയാൽ കുറേ നേരം ഒരു 5 മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടും. അതിന്റെ ബാക്കപ്പ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പവർ കട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം, ഇരുട്ടിലേക്ക് തന്നെ വരണം. അതേപോലെ കുറച്ച് നാള് നമ്മൾ ഇങ്ങനെ കുറച്ച് പുണ്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നാള് നമ്മൾ അവിടെ എല്ലാം ജീവിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ തിരിച്ചു വരണം. എന്തില്ല, അങ്ങനെ വേവിച്ചോളൂ, കുക്കറിലടിക്കണ്ട, അങ്ങനെ ചുമ്മാ വേവിച്ചാൽ. കുറച്ച് നാള് കഴിയുമ്പോൾ ആ പുണ്യം എല്ലാം തീരുമ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു വരണം. ഒരു ധർമ്മബോധമുള്ള വൈഷ്ണവ ബ്രാഹ്മണന്റെയോ കുലശ്രേഷ്ഠതയുള്ള ധനാഢ്യന്റെയോ കുടുംബത്തിലേക്കായിരിക്കും അവരുടെ പിറവി. അവരാ കുറച്ചു നാള് ഭക്തിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നന്നായിരുന്നത് കൊണ്ട് മരിച്ച് അവർ പുണ്യലോകത്തിൽ കുറച്ചു നാൾ ജീവിച്ചതിന് ശേഷം അവർ വീണ്ടും ഭൂമിയിൽ വരുമ്പോൾ അവരെവിടെ ജനിക്കും? നല്ല കുലശ്രേഷ്ഠതയുള്ള, അതായത് നല്ല ഭക്തിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു ധനികനായ ഒരാളുടെ മകനോ മകളായിട്ടോ ജനിക്കും. അല്ലെങ്കിലോ നല്ല ഒരു ബ്രാഹ്മണന്റെ, ഒരു വൈഷ്ണവന്റെ, അല്ലെങ്കിൽ നല്ല ധർമ്മബോധമുള്ള ഒരു വ്യക്തിയുടെ മക്കളായിട്ട് അവർ ജനിക്കും. മനസ്സിലാവുന്നത്? അത് അവർ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണത്. മനസ്സിലായോ? കൃഷ്ണാവബോധത്തിന്റെ അത്യുന്നത പൂർണ്ണതയാർജിക്കലാണ് യോഗാനുഷ്ഠാനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്നാ പറയുന്നത്. അതായത് കൃഷ്ണാവബോധത്തിന്റെ ഉയർന്ന അവസ്ഥ, അത് നമുക്കൊന്നും ഒരിക്കലും എന്താ പറയുക, ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കൃഷ്ണാവബോധത്തിന്റെ ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലുള്ള സമസ്തമായിരിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു വന്ന്
കൃഷ്ണന്റെ പാതാര വിന്ദങ്ങളാണ് നമുക്ക് ഏക ആശ്രയം എന്ന തിരിച്ചറിവോടെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന യാത്രക്കാർ മാത്രമാണ്. ആ യാത്രക്കിടയിൽ നമുക്ക് പല പല ദുരനുഭവങ്ങൾ ഉണ്ടാവും, സന്തോഷം തരുന്ന പലതും ഉണ്ടാവും എന്ന വ്യക്തത നമ്മുടെ ഉള്ളിൽ വരും. ഈ കാണുന്നതൊന്നും നമ്മുടേതല്ല, നമ്മൾ ഇതൊന്നും ആഗ്രഹിച്ചിട്ടോ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല. ഇതൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകണം. എത്ര പേരും പ്രശസ്തി ഉണ്ടെങ്കിലും കാലയവനികൾക്കുള്ളിൽ ആ പേരും പ്രശസ്തി എല്ലാം മറന്നു പോകും, അല്ലെങ്കിൽ എല്ലാവരും മാഞ്ഞു പോകും. അപ്പോഴും നല്ല കൃഷ്ണാവബോധമുള്ള ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്തയായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും ആ പേര് നിലനിൽക്കും. അപ്പൊ കൃഷ്ണനുമായി സംബന്ധിച്ച് കൃഷ്ണാവബോധമായി വരുന്ന കാര്യങ്ങൾക്ക് മാത്രമേ സ്ഥിരതയുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യക്തമായ ബോധമാണ് എന്തെന്ന് പറയുന്നത്, കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ അവബോധത്തിന്റെ ഉയർന്ന അവസ്ഥയില് പൂർണ്ണതയിലെത്തുന്ന യോഗാനുഷ്ഠാനമാണ് നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം. ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണാവബോധം എന്ന ഓർമ്മപ്പെടുത്തലും മനസ്സിലാക്കലുമാണ്. ക്ലിയർ? ഈ അധ്യായത്തിന്റെ അവസാന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ നിന്ന് നമുക്കത് പഠിക്കാം. എന്നാൽ അങ്ങനെയുള്ള കഷ്ടപ്പാടിനെയാണ് നമ്മൾ മഹാപ്രയത്നം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയില്ലേ, മഹാപ്രയത്നം. കാരണം ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രയത്നമല്ല, വലിയ പ്രയത്നമാണ്. കാരണം എന്താ അറിയോ, അതുവരെ ജീവിതത്തിൽ ഇല്ലാത്ത കാറ്റും കോളും എല്ലാം, ഇടിയും മിന്നലും മഴയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്താ അതിന് കാരണം? നമ്മളെ ഭഗവാൻ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾക്ക് ശരിയെന്ന് തോന്നി നമ്മൾ ചേർത്ത് പിടിച്ചതെല്ലാം, അന്ന് വരെ ഉണ്ടായതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. കാരണം അതൊന്നും ശരിയല്ല. ഭഗവാന് നമ്മളെ വേണ്ടത് കുറെ കെട്ടുപാടുകൾക്കുള്ളിൽ നിൽക്കുന്ന നമ്മളെയല്ല. സമസ്തവും ഉപേക്ഷിച്ച് കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയുടെ തൃപ്പാതാര വിന്ദങ്ങൾ തന്നെ ആശ്രയം എന്ന് പറയുന്ന നമ്മളെയാണ് വേണ്ടത്. അപ്പോ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കെട്ടുപാട് ബന്ധനങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം അതിൽ ഒലിച്ചു പോകും. ചിലപ്പോൾ വീടാവാം, ചിലപ്പോൾ ഭർത്താവാം, ചിലപ്പോൾ ഭാര്യയാവാം, ചിലപ്പോൾ മക്കളാവാം, ചിലപ്പോൾ സമ്പത്താവാം, ചിലപ്പോൾ ആരോഗ്യമാവാം. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കളഞ്ഞിട്ട് നീ തന്നെ കൃഷ്ണ ആശ്രയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിക്കും. അപ്പൊ ഇതിനേക്കാളെല്ലാം, നഷ്ടപ്പെട്ടതിനേക്കാളെല്ലാം മുകളിലിരിക്കുന്ന അതീന്ദ്രിയമായ സത്യമായിരിക്കും നമുക്ക് എന്നും തുണയായിരിക്കാൻ പോകുന്നത്. അതാണ് സാക്ഷാൽ ഭഗവാൻ. അപ്പോ ആ മഹാപ്രയത്നത്തില്, ഭഗവാനുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രയത്നത്തില് ഉറച്ചു നിൽക്കാൻ കഴിയാതെ പോയവർക്കും, ഭൗതികമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഉടക്കിപ്പോയവർക്കും, എന്താണ്, കൃഷ്ണാവബോധമായിരിക്കുന്ന ഭക്തിയിൽ തോറ്റുപോയവർക്കും, ഭൗതികമായിരിക്കുന്ന വാസനകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഭഗവാൻ എന്ത് ചെയ്യും? ഒരവസരം നൽകും നമുക്ക്. ഈ നഷ്ടപ്പെട്ടതെല്ലാം ഭഗവാൻ നമുക്ക് തിരിച്ചുപയോഗിക്കാൻ ഒരു അവസരം നൽകും. അതുകൊണ്ടാണ് ചില വ്യക്തികൾ പറയാറില്ലേ, ഞാൻ ഒരുപാട് വിഷമിച്ചാണ് ഗുരുവായൂർ നടക്കിലെത്തിയത്, ഭഗവാൻ അനുഗ്രഹിച്ച് എനിക്കത് കിട്ടി എന്ന് പറയുന്നത്. ഭഗവാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിലെ ഭൗതികമായിരിക്കുന്ന അവസ്ഥകളെ ഉപയോഗിക്കാൻ നമുക്കൊരവസരം തരുന്നതാണ്. ഇപ്പോൾ എൻ്റെ കാറ് എൻ്റെ സുഹൃത്ത് വന്ന് ചോദിക്കണം, അമ്മ ഒന്ന് വണ്ടി എടുക്കട്ടെ. ആ എടുത്തോടാ, നീ യൂസ് ചെയ്തോ. അപ്പൊ എൻ്റെ വണ്ടി, എൻ്റെ അധീനതയിലുള്ളത് ഞാൻ അവർക്ക് ഉപയോഗിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. അതേപോലെ ഭഗവാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഭൗതിക പ്രകൃതിയിലുള്ളത് ഉപയോഗിക്കാൻ നമുക്കൊരു അവസരം തരികയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? അത് കിട്ടിയതോടുകൂടി നമ്മുടെ പ്രശ്നം കഴിഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ ഭഗവാനെ മറന്നുപോകും. ഒരു വീട് വേണം എന്ന് ആഗ്രഹിച്ച് ഗുരുവായൂർ ചെന്ന് അവസാനം ഭഗവാൻ വിചാരിക്കും, ശരി എൻ്റെ അധീനതയിലുള്ള ഒരു 4 സെന്റ് ഭൂമി അവൻ ഉപയോഗിക്കട്ടെ എന്ന് കരുതി ഒരു വീട് കൊടുക്കും. വീടായി കഴിഞ്ഞാലോ വീട്ടിലെ ജോലി തീർന്നിട്ട് വേണ്ടേ ഗുരുവായൂർ പോകാൻ, സമയം കിട്ടണില്ലെന്നേ. ഇപ്പം ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ല, ഇപ്പം ലോണും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടല്ലോ, ലീവ് എടുക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഗുരുവായൂർക്ക് പോകാത്തത് എന്ന് ചിന്തിച്ചു തുടങ്ങും നമ്മൾ. തെറ്റല്ലേ അത്? അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ഒരു വസ്തു നമുക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്നത് വരെ നാരായണ നാരായണ, കിട്ടിക്കഴിഞ്ഞാൽ കൂരായണ എന്നുള്ള സ്വഭാവം നമ്മൾ മാറ്റണം. എന്ത് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും വന്ന വഴി നമ്മൾ മറക്കരുത്. നമ്മൾ വീണ്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം.
കാരണം എന്താ, കിട്ടിയതൊന്നും നമ്മുടേതല്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നേടിയതൊന്നും നമ്മുടേതല്ല, ഇതൊന്നും നമ്മുടേതല്ല. ഇതിന് അധികാരപ്പെട്ട വ്യക്തി ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ തന്നതാണ്. ഇപ്പം എൻ്റെ വണ്ടി ഒരാൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നു, വണ്ടി എപ്പോഴും ഇൻറ്റീരിയർ സർവീസൊക്കെ ചെയ്യുന്നു, പുറത്തുമൊക്കെ കഴുകി ക്ലീൻ ആയിരിക്കുന്നു, എവിടെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക സർവീസായിട്ട് കൊണ്ടു നടക്കുന്നുവെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? കുഴപ്പമില്ല, നീ വെച്ചോ, താക്കോല് വെച്ചോ, ഞാനത് യൂസ് ചെയ്യാറില്ല. മെയിൻറ്റെയിൻസ് പക്കയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ താക്കോല് കൊടുത്തോളാൻ പറയും. പെർമനൻ്റ് ആയിട്ട് നീ വെച്ചോടാ, ഒന്നും പ്രശ്നം, എനിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കും, എപ്പോഴല്ലേ നിനക്ക് ആവശ്യം എന്ന് പറയും. അതേസമയം അവരത് ദുരുപയോഗം ചെയ്യണേ ഞാൻ എന്ത് ചെയ്യും? എടാ എനിക്ക് അത്യാവശ്യമായിട്ട് വണ്ടി വേണം, ഇവിടെ കൊണ്ടിടുമെന്ന് പറയും. ഇല്ലേ? ഇതാണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഭഗവാൻ നൽകിയ അനുഗ്രഹത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മളിൽ നിന്നെല്ലാം തിരിച്ചെടുക്കുന്നത്. എന്നാൽ ഭഗവാനെ മറക്കാതെ തന്ന വ്യക്തിയോട് നന്ദിയോടെ സ്മരണയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? ആ ദുരുപയോഗം ചെയ്യാത്ത രീതിയിൽ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഭഗവാനെ നമ്മൾ മറന്ന് ജീവിക്കരുത്. അദ്ദേഹം നമുക്ക് ഓരോ നിമിഷവും ഓരോന്നും തന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ലൈവ് ക്ലാസ്സിലാണ് മാതാജി. അങ്ങോട്ട് വിളിക്കാം. ഓ ശരി, വിളിക്കാം, ക്ലാസ്സിലാണേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ക്ലിയർ? കുറഞ്ഞില്ല മാതാജി, അങ്ങനെയുണ്ട്, അത് മാറും. പിൽക്കാലത്ത് ധർമ്മബോധവും ശ്രേഷ്ഠതയുമുള്ള കുടുംബങ്ങളിൽ ഐശ്വര്യത്തോടെ ജീവിക്കാനും അവസരമുണ്ടാവും. ഇപ്പോൾ നമ്മൾക്ക് പ്രയാസങ്ങളാണെങ്കിലും ഇനിയൊരു ജന്മം ഭഗവാൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കഷ്ടപ്പാടും പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് തരും. അപ്പം നമ്മൾ ചോദിക്കും, ഭഗവാനെ, എൻ്റെ പൊന്നു മാതാജി, ഇന്നത്തെ തീർന്നിട്ടല്ലേ നാളെയെന്ന്. പക്ഷേ ഇന്നല്ല പ്രശ്നം, നാളെയാണ് പ്രശ്നം. ഇതുവരെ അനുഭവിച്ചതല്ല ദുഃഖങ്ങളും ദുരിതങ്ങളും. ഇനി വരാനിരിക്കുന്ന കാലത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്നിൽ ജീവിച്ചു തീരുന്നു. നാളത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നാളെ എന്താ വരാൻ പോണേന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ ഭയന്ന് അദ്ദേഹത്തെ സ്മരിച്ച് അദ്ദേഹം നാളെ എന്താണോ നമുക്ക് തരാൻ ഉദ്ദേശിച്ചത്, അപ്പോൾ എന്ത് ചെയ്യാം? കുഴപ്പമില്ല മാതാജി. അപ്പം എന്ത് ചെയ്യാം? അതേ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവാം. മനസ്സിലാവണ്ട? അല്ലാണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത്. ഇത്തരം കുടുംബങ്ങളിൽ ജനിച്ചവർ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൃഷ്ണാവബോധത്തിലേക്ക് സ്വയം ഉയരാൻ ശ്രമിക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ സ്വയം ഉയരാൻ ശ്രമിക്കണം. നമ്മളെ ഒരാൾ തള്ളിവിടേണ്ടതല്ല കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വയം തോന്നേണ്ടതാണ് കൃഷ്ണാവബോധം. എപ്പോഴും നമ്മൾ കൃഷ്ണനെ സ്മരിക്കണം. എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണനെ സ്മരിക്കണം. സാരമില്ല, അദ്ദേഹമാണ് നമുക്കെല്ലാം തരുന്നത്. നമ്മളൊന്ന് തളർന്നാൽ ഒപ്പം നിൽക്കാനുള്ളത് കൃഷ്ണൻ മാത്രമാണെന്നൊരു വ്യക്തമായ ബോധം നമുക്ക് വരണം. അദ്ദേഹം ഇല്ലാതെ, അദ്ദേഹം അറിയാതെ, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത ഒന്നും നമുക്കില്ല, ഒന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും അദ്ദേഹത്തെ സ്മരിക്കണം. അദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധം മാത്രമായിരിക്കും നമുക്ക് ഈ ഭൂമിയിൽ ശാശ്വതമായിട്ടുള്ളത്. മറ്റുള്ളതൊന്നും ശാശ്വതമല്ല. ഈ ശരീരം പോലും പയ്യെ 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 നശിച്ചു പോകും. പക്ഷെ ഭഗവാനുമായിട്ട് വെക്കുന്ന ഒരു ബന്ധം ഒരിക്കലും നശിക്കില്ല. ഞാൻ ഇന്നലെ രാത്രിയും ഇവിടെ ഇരുന്ന് മെസ്സേജ് ഇങ്ങനെ നോക്കി, കുറച്ച് കഴിഞ്ഞ് ഒരു 12-1 മണിയായപ്പോൾ ഞാൻ ഇങ്ങനെ കിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. കിച്ചു, ഒരുപാട് വേദനിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടാണോ ഈ വേദന തന്നത്? സഹിക്കാൻ പറ്റുന്നില്ലല്ലോ കിച്ചുവേ. ഈ കസേരയിൽ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരുന്നാൽ എനിക്ക് വേദന അറിയില്ല. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിൽ പോയി കിടക്കുമ്പോഴേക്കും എൻ്റെ വേദന ഏതോ ലെവലിലേക്ക് എത്തുകയാണ് കിച്ചു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. എന്നാലും മെസ്സേജുകളൊക്കെ കുറച്ച് നോക്കി ചെന്ന് കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. 3 മണിക്ക് ആണ് ഞാൻ ഉണരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും കിടന്നു. അപ്പോൾ നമ്മൾ എന്താണോ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹം തരാനിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതുപോലെ ആയിരിക്കണം. നമുക്ക് പരിചയമില്ലാത്ത ഒരാളടുത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമോ? നമുക്കൊരാവശ്യം വരുമ്പോൾ
ഏറ്റവും അടുത്ത ആളുടെ അടുത്തല്ലേ നമ്മൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഏറ്റവും അടുത്ത ഒരാളായിട്ട് നമ്മൾ കൃഷ്ണനെ വെക്കണം. അതിൻ്റെ അർത്ഥം കൃഷ്ണനുമായി നമ്മൾ എപ്പോഴും ഒരു ബന്ധം സൂക്ഷിക്കണം എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? എപ്പോഴും നമ്മൾ അദ്ദേഹവുമായിട്ടൊരു ഏറ്റവും നല്ലൊരു ബന്ധം സൂക്ഷിക്കുമ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അദ്ദേഹം കൂടെ വരും, അദ്ദേഹം കൂടെ നിൽക്കും. അതേതെങ്കിലും വ്യക്തികൾ മുഖേനയായിരിക്കും അദ്ദേഹം കൂടെ നിൽക്കുക. അല്ലാതെ ഭഗവാൻ സ്വർഗത്തിൽ നിന്ന് വൈകുണ്ഠത്തിൽ നിന്നും മറ്റേ ഗോലോകത്തു നിന്നൊക്കെ ഒരു ഓടക്കുഴലും പിടിച്ച് മയിൽപ്പീലിയും ചുറ്റിക്കൊണ്ട് വന്ന് ഇതാ ജ്യോതിപി നീ വെച്ചോളൂ, നിനക്ക് പ്രശ്നങ്ങളല്ലേ, ഒരു 50,000 രൂപ താ, ഞാൻ കടമായി തരുന്നു, ഞാൻ പോട്ടെ, അവിടെ രാധാറാണി കാത്തിരിക്കുന്നു എന്ന് പറയില്ലേ അദ്ദേഹം. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വ്യക്തികളെ കണക്ട് ചെയ്യിക്കും. മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ കണക്ട് ചെയ്യിക്കും അദ്ദേഹം. എൻ്റെ പ്രിയപ്പെട്ട ഒരു ഭക്ത എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, കഴിഞ്ഞില്ല, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നെ സദാ സ്മരിക്കുന്ന ഒരാളാണ്, അവർക്കൊരു വിഷമമുണ്ട്, നീ ചെല്ലു എന്ന് പറഞ്ഞ് ഭഗവാൻ കണക്ട് ചെയ്യും. ഇതാണ് ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആരെന്ത് പറഞ്ഞോട്ടെ, എങ്ങനെ പറഞ്ഞോട്ടെ, ആവശ്യം നമ്മുടേതാണ്, അത് മനസ്സിലാക്കുക. പലരും പറയാറുണ്ട് നമ്മുടെ ഹൈന്ദവ ദൈവങ്ങൾ മിത്താണ് കുത്താണെന്നൊക്കെ. പറയുന്നവൻ പറയട്ടെന്നേ, അവൻ മിത്താണെങ്കിലും കുത്താണെങ്കിലും അത് അവൻ അനുഭവിക്കേണ്ട കാര്യം. നമ്മൾ അതിൻ്റെ മുകളിൽ പിടിച്ചു തൂങ്ങാൻ പോണ്ട, ഒരു സംശയത്തിലേക്ക് നമ്മൾ പോണ്ട. നമുക്കാണ് ആവശ്യം, നമുക്കാണ് പ്രശ്നങ്ങൾ, നമുക്കാണ് ദുരിതങ്ങൾ, നമുക്കാണ് പ്രയാസങ്ങൾ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കുക. ഈ മിത്താണോ കുത്താണോ എന്ന് പറയുന്നവനൊന്നും നമ്മളെ സഹായിക്കാൻ വരൂല. അവന്റെ വായിക്ക് നാവിൽ എല്ലില്ലാത്തതുകൊണ്ട് അവൻ പലതും വിളിച്ചു പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് അവനതൊന്നും സഹായിക്കാൻ വന്നെന്നിരിക്കില്ല. നമ്മളൊക്കെയാണ് ആവശ്യം. നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഭഗവാനേ ഉള്ളൂ. നമുക്ക് കയറി ചെന്ന് ചോദിക്കാൻ ഭഗവാനേ ഉള്ളൂ. വിശന്ന് പൊരിഞ്ഞ് ഗുരുവായൂർ നടക്കിലെത്തി കണ്ണാ വിശക്കുന്നു എന്ന് പറയുമ്പം ഒരു എന്താ പറയാ ഉണ്ണിയപ്പത്തിന്റെ രൂപത്തിലെങ്കിലും ഭഗവാൻ നോക്കും, അയ്യോ എൻ്റെ പ്രിയപ്പെട്ട നീതു പി വി വിശന്നാണല്ലോ എൻ്റെ നടക്കിലേക്ക് വന്നിരിക്കുന്നത്, അവക്ക് അന്നദാനത്തിന്റെ സമയവും കഴിഞ്ഞല്ലോ, അവക്ക് വിശപ്പുണ്ടല്ലോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഗോപാലകൃഷ്ണൻ ഇതേ പോണു, ഒരു ഉണ്ണിയപ്പം അവന്റെ കയ്യിൽ 2 എണ്ണം ഇരിപ്പുണ്ട്, ഗോപാലകൃഷ്ണ നീ പോയി അവൾക്ക് ഒരു ഉണ്ണിയപ്പം കൊടുക്കൂന്ന് പറയുമ്പോൾ പരിചയമില്ലാത്തൊരു മുഖം, ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ കയ്യിൽ ഉണ്ണിയപ്പം തന്നിട്ട് പോവും. അത് ഭഗവാൻ ആ മനസ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു 4 ലിറ്റർ പാൽപ്പായസവും കൊണ്ട് ഒരാള് പാൽപ്പായസം കഴിഞ്ഞ് പ്രസാദം കഴിഞ്ഞ് വാങ്ങിച്ചു വരിക. അപ്പൊ അയാൾ ചിന്തിക്കുന്ന എന്താ, ഭഗവാനെ ഞാൻ ഈ പ്രസാദവും കൊണ്ട് നാട്ടിലെത്തുമ്പോഴേക്ക് ഇത് ചീത്തയായി പോവല്ലോ കണ്ണാ. ഞാനിപ്പോ ചിലപ്പോ ചെന്നൈയിൽ നിന്ന് ഗുരുവായൂരെത്തി പാൽപ്പായസം കഴിപ്പിച്ച് കിട്ടിയാൽ ഞാൻ വിചാരിക്കും, ഭഗവാനെ ഞാൻ ഇത്രയും പാൽപ്പായസം കഴിപ്പിച്ചല്ലോ, എന്താ ചെയ്യാ, ഇത് ഇത്രയും ഞാൻ എങ്ങനെ ചെന്നൈക്ക് എത്തിക്കും, ചീത്തയായി പോവല്ലോ ഭഗവാനെ, ഇത് കഴിക്കാൻ എനിക്ക് ഇച്ചിരിയല്ലേ കഴിക്കാൻ പറ്റൂ, ബാക്കി എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോ കുറച്ച് ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കാം എന്ന് കരുതി ഞാൻ കപ്പ് വാങ്ങുമ്പോ ഭഗവാനുമായി ബന്ധപ്പെട്ട പല വ്യക്തികളെയും ഭഗവാൻ എൻ്റെ മുമ്പിൽ കാണിച്ചു തരും. അവിടെ അത്രയും ജനങ്ങളുണ്ടെങ്കിലും പരിമിതമായ ആളുകളിലേക്കായിരിക്കും ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവരെ ഭഗവാൻ അവിടെ അന്ന് സെലക്ട് ചെയ്ത് വെച്ചതാണ്. മനസ്സിലായില്ലേ? അത് അത്രയും ആളുകൾക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഭഗവാൻ എന്നെയും ഏൽപ്പിച്ചു. ഇങ്ങനെയാണ് ഭഗവാൻ കണക്ട് ചെയ്യുന്നത് ഓരോ സാഹചര്യത്തിലും. തിരക്ക് പിടിച്ചൊരു വണ്ടിയിൽ കയറുകയാണ്, തീരെ വയ്യ, ഭയങ്കര പ്രശ്നം, ഇരിക്കണമായിരുന്നു കൃഷ്ണ, ആരല്ലോ ആരോടും പറയാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുഖം എഴുന്നേറ്റ് തരും. ഇങ്ങനെയാണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? പരസ്പരം അറിയാത്ത അങ്ങനെയുള്ള വ്യക്തികളുമായി ഭഗവാൻ കണക്ട് ചെയ്തു പോവും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഈശ്വരനെ സദാ നമ്മൾ സ്മരിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാൻ നമ്മളെ സ്നേഹിക്കും, നമ്മളെ സഹായിക്കും. അത് എപ്പോ എവിടെ ആര് മുഖേന എങ്ങനെ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അതൊക്കെ അദ്ദേഹം കണക്ട് ചെയ്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഒരു ഫെബ്രുവരി മാസം 25-ാം തീയതി നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറ്റി തരാനുള്ള വഴി ഇന്നേ ഭഗവാൻ പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ വിഡ്ഢികൾ നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മൾ അപ്പോഴും ഇന്നത്തെ പല ആവശ്യങ്ങൾക്ക് പിന്നാലെ പോകണം. പക്ഷെ ഭഗവാൻ അത് പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട്. അതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ആ കൃഷ്ണനെ സദാ സ്മരിച്ചുകൊണ്ട്, ആ കൃഷ്ണനുമായ ഒരു ആത്മബന്ധം നിലനിർത്തിക്കൊണ്ട്, ആ കൃഷ്ണനോട് സദാ കാര്യങ്ങൾ ഉണർത്തിച്ചുകൊണ്ട്, ആ കൃഷ്ണനെ വിശ്വസിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ തരും. യോഗം ക്ഷേമം വഹാമ്യഹ. നിന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം. നിനക്ക് കിട്ടേണ്ടതാണെങ്കിൽ നിന്റെ കയ്യിലേക്ക് അത് എത്തിച്ചിരിക്കും. നിനക്ക് തരേണ്ട കാര്യമല്ല എന്നുണ്ടെങ്കിൽ
നിനക്കത് ഭഗവാൻ തരില്ല. അതെന്ത് വലിയ സംഭവമാണെങ്കിലും തരില്ല. നിന്റെ കൂടെ നടക്കുന്ന ആരായാലും ശരി, നിനക്ക് അവർ ശരിയല്ല എന്നുണ്ടെങ്കിൽ നീ ആഗ്രഹിച്ചാൽ പോലും ഭഗവാൻ അവരുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തില്ല. അവരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയും. ഇതാണ് ഭഗവാന്റെ രീതികൾ. ഈ രീതികളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിച്ചാൽ നഷ്ടം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ നഷ്ടമായി തോന്നുന്നത്. നമ്മൾക്ക് ശരിയല്ലാത്തത് നമ്മൾ കൊണ്ട് കളയുമ്പോൾ അത് നഷ്ടമായി നമുക്ക് തോന്നില്ലേ, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയില്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് എന്തുമായിക്കോട്ടെ അത് ഭഗവാൻ എടുത്ത് കളയുന്നതാണ്. അത് നമുക്ക് പ്രിയപ്പെട്ടത് എന്തുമായിക്കോട്ടെ അത് ഭഗവാൻ എടുത്ത് കളയുന്നതാണ്. മനസ്സിലായില്ലേ? സാരില്ല പ്രീത മാതാജി. അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പോവാം. ഇനി 42ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ, അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതന്തി ദുർലഭതരം ലോകേ ജന്മ യദീദൃശം എന്ന് വെച്ചാൽ, ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ നമ്മൾ വിജയിച്ചില്ല എന്ന് വെച്ചു. നമ്മൾ ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും നമുക്കൊരു വിജയം കാണുന്നില്ല എങ്കിൽ അഭിജ്ഞരായിരിക്കുന്ന അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും ഭജിച്ചിട്ടും ഒന്നും നമുക്കൊന്നും നിർഗതിയില്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ അടുത്ത പിറവിയിലേക്ക് എന്തോ വലുത് കണ്ടുവച്ചിട്ടുണ്ട്. അടുത്ത ജന്മത്തിൽ ജനിക്കാൻ നിശ്ചയിക്കപ്പെട്ടവരെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ജനിക്കാതിരിക്കും? ജനിക്കും. ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഭഗവാൻ നമ്മളെ രക്ഷപ്പെടുത്തും. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ പുണ്യമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അത് വേണ്ടാന്ന് നമ്മൾ പറയുമോ ഈ ജന്മത്ത്? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടോന്ന് പോലെ എനിക്കറിയില്ല, അത് ഈ ജന്മം എനിക്ക് വേണ്ട എന്ന് നമ്മൾ പറയുമോ? പറയില്ല. നമ്മൾ എന്താ ചെയ്യുക? ഈ ജന്മത്ത് നമ്മൾ ജനിച്ച് കഴിഞ്ഞ ജന്മത്തിൻ്റെതാണെങ്കിൽ നമുക്ക് വേണം എന്ന് തന്നെ നമ്മൾ പറയും. അത് നമ്മൾ അറിയാതെ ലഭിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണ്ട. നമ്മളല്ലെങ്കിൽ എന്ത് നേട്ടം എന്ന് കരുതി ജീവിക്കണ്ട. ഇന്നിൽ ജീവിച്ചോളൂ. അത് നാളെ നമുക്ക് നല്ലതിനായിട്ട് ഭവിക്കും. അത് നമുക്ക് കിട്ടും. നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് റിസൾട്ട് ആഗ്രഹിച്ച് ജീവിക്കണ്ട. റിസൾട്ട് കിട്ടേണ്ട സമയത്ത് ഭഗവാൻ യഥാർത്ഥത്തിൽ നമുക്ക് തരും. അതിൻ്റെ നന്മ അത് ഈശ്വരൻ തന്നിരിക്കും. ഇന്നിപ്പോൾ എത്രയോ അന്നദാനങ്ങൾ നമ്മൾ കൊടുക്കുന്നു അല്ലേ? നമ്മളെന്താ ചിന്തിക്കുക? അമ്പിളി മാതാജിയുടെ ഇതിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അവർ അന്നദാനം കൊടുത്തിട്ട് കഴിഞ്ഞു. പക്ഷെ ആ ചെയ്തതിൻ്റെ പുണ്യം നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു മാതാജി ചോദിച്ചു, മോളെ എന്തിനാ മോളെ ഈ വയ്യാത്തെടുത്ത് അന്നദാനം കൊണ്ടുപോണത്? ഞാൻ പറഞ്ഞു, മാതാജി എനിക്ക് വേദനയുണ്ടെങ്കിലും ആ വേദനയ്ക്ക് എനിക്ക് ഡോക്ടർ ഒരു ഗുളിക തന്നിട്ടുണ്ട്. ആ വേദന അറിയാതിരിക്കാനും മാറാനും ഞാൻ ആ ഗുളിക കഴിച്ചിട്ടാണ് അന്നദാനം കൊണ്ട് ഇറങ്ങുന്നത്. പക്ഷേ തെരുവിൽ വിശന്നിരിക്കുന്നവൻ എന്ത് ഗുളിക കഴിച്ചിട്ടാ മാതാജി വിശപ്പ് മാറ്റുന്നത്? വിശപ്പ് അറിയാതിരിക്കാനുള്ള എന്ത് ഗുളിക അവൻ്റെ കയ്യിലുള്ളത്? പിന്നെ ആ മാതാജി ഒന്നും പറഞ്ഞില്ല. ശരിയല്ലേ? എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് എനിക്ക് വേദനയുള്ളപ്പോൾ ആ വേദന മാറാനും വേദന അറിയാതിരിക്കാനും ഒരു ഗുളിക എൻ്റെ കയ്യിലുണ്ട്. റോട്ടിൽ വിശന്നിരിക്കുന്നവന് എന്ത് ഗുളികയുള്ളത് വിശപ്പ് അറിയാതിരിക്കാൻ? ഒരു ഗുളികയും ഇല്ല. അവൻ്റെ മരുന്ന് എൻ്റെ കയ്യിലായിരിക്കുന്നത് അല്ലേ? അവൻ ആ വിശപ്പെന്ന് പറയുന്ന രോഗത്തിൻ്റെ മരുന്നിരിക്കുന്നത് എവിടെയാണ്? എൻ്റെ കയ്യിലാണ്. ഞാനാണെങ്കിലോ ഡോക്ടർ തന്ന ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ വിശപ്പിനേക്കാൾ വലിയൊരു വേദനയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും കഷ്ടപ്പെടേണ്ടി വരൂല. ആ മരുന്ന് എൻ്റെ കൈകളിൽ എത്തിക്കുന്നവരുടെ എല്ലാ സുഖസൗകര്യങ്ങളും ഭഗവാൻ നോക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഭഗവാൻ നോക്കും, ഭഗവാൻ കാണും, ഭഗവാൻ അറിയും, ഭഗവാൻ അവർക്ക് അതിന് വേണ്ട അനുഗ്രഹവും കൊടുക്കും. നമ്മളത് ആലോചിക്കണം. 1, 2, 3 മണിക്കൂർ നേരത്തിലേക്ക് വേദന അറിയാതിരിക്കാനുള്ള ഗുളിക ഞാൻ കഴിക്കുമ്പോൾ എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷെ റോട്ടിൽ അവൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് കാണുമ്പോൾ, അവൻ ആ കൈ കൂപ്പുന്നത് കാണുമ്പോൾ അതിനേക്കാൾ വലിയൊരു കഷ്ടപ്പാട് നമുക്ക് വേറൊന്നുമില്ല അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാഭാരതമൊക്കെ കിട്ടും പ്രഭു, അയച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചായിട്ട് കേട്ടോ. പിന്നെന്താ പറയുന്നത്? ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ്. വളരെ കുറച്ച് ജന്മങ്ങളേ ഉള്ളൂ സമാധാനത്തോടു കൂടി ജീവിക്കുന്നവർ. അല്ലാത്തതെല്ലാം പ്രയാസങ്ങളിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ ഈ പ്രയാസങ്ങൾ മാറാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ സ്മരിക്കുക. മഹാജ്ഞാനികളായിരിക്കുന്ന യോഗികളുടെ അഥവാ അതീന്ദ്രിയ ജ്ഞാനികളുടെ കുലത്തിലുള്ള ജനനത്തെ ഭഗവാൻ പ്രശംസിക്കുന്നത്
അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതാരംഭം മുതലേ ആധ്യാത്മിക പ്രവണത ഉണ്ടാകുമെന്നത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും നല്ല കുടുംബത്തിൽ ജനിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ സമ്പത്ത് മാത്രമല്ല, കുലീനതയുള്ള കുടുംബത്തിൽ ജനിക്കാൻ സാധിക്കുക എന്നാണ്. കാരണം കുലീനതയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചാലാണ് അവർ ഭഗവാനെ അറിയാൻ സാധിക്കുന്നത്. പണം മാത്രം കുമിഞ്ഞുകൂടിയ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ഒരുപക്ഷെ ഈശ്വരനെ അറിയാതെ പോകും. എന്നാൽ പണവും ഈശ്വരനെയും അറിയുന്ന ഒരു കുടുംബത്തിൽ ജനിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ മഹാഭാഗ്യമാണ്. അത് ഒത്തുവരുന്നത് വളരെ കുറച്ചു പേർക്കാണ്. ചിലപ്പോൾ ഭക്തി മാത്രമുള്ള കുടുംബത്തിലായിരിക്കും ജനിക്കുന്നത്. അത് അതിനേക്കാൾ പുണ്യമാണ്. കാരണം എന്താ, ഭഗവാനേക്കാൾ മുകളിലായിട്ട് മറ്റൊന്നുമില്ല. വിശേഷിച്ച് ആചാര്യന്മാരുടെയും ഗോസ്വാമികളുടെയും കുടുംബത്തിൽ പാരമ്പര്യത്താലും പരിശീലനം കൊണ്ടും ഇത്തരം കുടുംബങ്ങൾ പാണ്ഡിത്യവും ഭക്തിയും ഉള്ളവരാകുന്നു, അല്ലേ? നല്ല പാണ്ഡിത്യവും ഭക്തിയുള്ള കുടുംബത്തിലൊക്കെ ജനിച്ച്, ആചാര്യന്മാരുടെ കുടുംബത്തിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അതെത്ര വലിയ പുണ്യമാണ്. അവരെത്ര വലിയ നിലയിലോട്ടാണ് ജനിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ഭഗവാനെക്കുറിച്ചും ആചരണങ്ങളെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചൊക്കെ ശ്രേഷ്ഠമായ അറിവാണ് ലഭിക്കുന്നത്. കുഞ്ഞുനാൾ മുതൽ അവരത് കേട്ടാണ് ജനിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് ഭഗവാൻ ശപിച്ചിട്ടതാണ്. മനസ്സിലായില്ലേ? ഭഗവാൻ ശപിച്ചിട്ടതാണ്. എത്ര ഉയർന്ന കുലത്തിൽ ജനിച്ചാലും ആ കുലത്തിന്റെ നമ്മുടെ സംസ്കാരങ്ങളൊന്നും അറിയാതെ ചില കുട്ടികൾ വളരുന്നുണ്ട്. അത് ഭഗവാൻ ശപിച്ചിട്ട ജന്മങ്ങളാണ്. അവരെ തിരുത്താൻ ഭഗവാൻ തന്നെ വിചാരിക്കണം. ശാപം കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ജനിക്കേണ്ടി വരുന്നത്. അവിടെ നിത്യദാരിദ്ര്യ ദുഃഖങ്ങളായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. നമ്മളത് ചിന്തിക്കണം. അങ്ങനെ അവർ ആധ്യാത്മിക ആചാര്യന്മാരായി തീരുകയും ചെയ്യുന്നു. നല്ല പുണ്യാത്മാക്കളുടെ കുടുംബത്തിൽ ജനിച്ച് അവരും ഈ പറയുന്ന ആളുകളുടെ വഴിയേ തന്നെ പോകുന്നു. ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ മക്കള്, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എങ്ങനെ അങ്ങനെ ഒരു ആചാര്യനായി മാറി? അച്ഛൻ ആചാര്യനായിരുന്നു, അതുകൊണ്ട് മകനും ആചാര്യനായി. അപ്പൊ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ വഴിയെ പോകാൻ സാധിക്കാൻ, ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ, നന്മയുള്ള കുടുംബത്തിൽ ജനിക്കാമൊക്കെ പറയുന്നത് വലിയ ശ്രേയസ്കരമായ കാര്യമാണ്. ഇന്ത്യയിൽ അത്തരം ആചാര്യ കുടുംബങ്ങൾ ഒട്ടേറെയുണ്ട്, അല്ലേ? നമ്മുടെ കുടുംബങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ആചാര്യന്മാരുള്ള കുടുംബങ്ങളുണ്ട്. ഇനി ഇതൊന്നും ആചാര്യന്മാരില്ലെങ്കിൽ കൂടിയും നല്ല ഭക്തിയുള്ള വീട്ടിൽ ജനിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും പുണ്യമാണ്. നമ്മുടെ അച്ഛനമ്മമാർക്ക് ഭക്തി ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളും ഭക്തിയുടെ വഴിയിൽ വന്നത്. എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാത്തൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ ഞാൻ ജനിച്ചു വളരുമ്പോഴേ ഇതൊന്നും കാണുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് എനിക്കും അത് അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ നല്ല ഭക്തനായതുകൊണ്ട് അച്ഛൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഞാനും പഠിച്ചു. അച്ഛനും സ്വന്തമായി പൂജാമുറിയുണ്ട്, എനിക്കും സ്വന്തമായി പൂജാമുറിയുണ്ട്. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പൂജ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വളരുന്നത്. അപ്പൊ അത് തന്നെ എന്ത് ചെയ്യുന്നു ഞാനും. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നോ അതാണ് ഞാനും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രേഷ്ഠമായിരിക്കുന്ന കുടുംബത്തിൽ ആരാണോ ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് തന്നെ നമ്മളും ഫോളോ ചെയ്യും. ഈ കാലത്ത് വിദ്യാഭ്യാസത്തിന്റെയും പരിശീലനത്തിന്റെയും ഒക്കെ കുറവ് കൊണ്ട് അവയ്ക്ക് അധപ്പതനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭഗവത് കാരുണ്യത്താൽ തലമുറകളായി അതീന്ദ്രിയ ജ്ഞാനികളെ വളർത്തിയെടുക്കുന്ന ചില കുടുംബങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇന്ന് എംകോമും ബികോമും എംഫിലും ഒക്കെയാണ്. പക്ഷെ നമ്മുടെ പാരമ്പര്യത്തെ പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസം ഇന്ന് വളരെ ചുരുക്കമല്ലേ? അങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങൾ ഇന്നില്ല. എങ്കിലും ഭഗവത് കാരുണ്യം കൊണ്ടും വീട്ടിലെ ചിട്ടയായ ജീവിത രീതികൾ കൊണ്ടും അടുത്ത തലമുറ ഭക്തിയിലേക്ക് പോകുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി. അപ്പൊ എനിക്ക് ജനിച്ച മകനെയും അച്ഛൻ എന്ത് ചെയ്യുന്നു? ചെണ്ടക്കൊട്ട് പഠിപ്പിച്ച് അമ്പലത്തിൽ പോടാ എന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ആ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തു വരികയാണത്. അപ്പൊ അത് ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ്. ഒരു സ്കൂളിലും ഒരു കോളേജിലും ഒരു യൂണിവേഴ്സിറ്റിയിലും പോയാൽ കിട്ടാത്ത വിദ്യാഭ്യാസമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? വിജയൻ പ്രഭു സാരില്ല, അങ്ങ് പുനർജനിക്കാനുള്ള ഒരാളാണ്, അതുകൊണ്ട് തൽക്കാലം ബ്ലോക്ക് ചെയ്യുന്നു. പോട്ടെ, സാരില്ല, അവിടെ ഇരിക്കട്ടെ. പിന്നെന്ത് പറയുന്നു? അവയിൽ ജന്മമെടുക്കാൻ ഭാഗ്യവിശേഷം കൊണ്ട് മാത്രമേ കഴിയൂ, അല്ലേ? അങ്ങനെ ഒരു ജന്മം എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഭാഗ്യം വേണം. ആ ഭാഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന വിജയനെ പോലുള്ള ആൾക്കാരായി മാറും. നല്ല കുടുംബത്തിലെ നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ചാലാണ് നമ്മളും നന്നായി ജീവിച്ചു പോവുക. അതുകൊണ്ടല്ലേ ചില സിനിമകളിലൊക്കെ പറയാറില്ല, നീ നല്ല തന്തയ്ക്ക് ജനിക്കണമെന്ന്. ശരിയല്ലേ അത്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അച്ഛനമ്മമാര് ശ്രേഷ്ഠതയുള്ളവരായിരിക്കണം. നമ്മൾ ഇപ്പൊ ചില സമയങ്ങളിൽ ചില കുടുംബങ്ങളിൽ വളരെ മോശം രീതിയിലായിരിക്കും ചിലവർ ജീവിക്കുന്നത്, വെള്ളടിച്ചും അത് ചെയ്ത്. പക്ഷെ അവരെ മക്കൾ നല്ല ശ്രേഷ്ഠതയുള്ള മക്കളായിരിക്കും.
അപ്പൊ എന്തായി, ആ മോശം അവസ്ഥയിൽ പോകുന്ന തലമുറയ്ക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ആയിട്ട് അവർക്കുണ്ടായ മക്കൾ നല്ല മക്കളായിരിക്കും. ആ മക്കളിലൂടെ അടുത്ത നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ജനിക്കുന്ന കുടുംബത്തിനും കുലത്തിനുമുണ്ട് ഒരു ശ്രേഷ്ഠത. ഇപ്പൊ വീട്ടിൽ തെറി പറയുന്ന അച്ഛനമ്മമാരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ മക്കളും ആ തെറി തന്നെ പറയും. ആലോചിച്ച് നോക്കണം. അപ്പൊ ആ പാരമ്പര്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാരമ്പര്യം നന്നായാൽ തലമുറകൾ നന്നായി. പാരമ്പര്യം ശരിയല്ലെങ്കിൽ തലമുറകൾ ശരിയാവില്ല. ചില സമയത്ത് പാരമ്പര്യം ശരിയല്ലെങ്കിലും തലമുറകൾ ശരിയാവും. ഇത് ജീവാത്മാക്കളുടെ മാറ്റം കൊണ്ടാണ്. മോശമായ ഒരു കുടുംബത്തിൽ ജനിക്കണം എന്നുള്ളത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത ദുരിതങ്ങളുടെ ഫലമായി നമ്മൾ ജനിച്ചു വീഴും. പക്ഷേ ഭഗവാൻ എവിടെയെങ്കിലും ഒരു കാരുണ്യം നമുക്ക് തരും, ഈശ്വരനെ അറിയണം. അപ്പൊ ആ വ്യക്തി മുതൽ അങ്ങോട്ട് ഈശ്വരനെ അറിഞ്ഞു തുടങ്ങും. ക്ലിയർ? ഭാഗ്യവശാൽ തന്നെയാണ് നമ്മുടെ ആത്മീയ ഗുരു ഓം വിഷ്ണുപാദ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ഈ എളിയവനും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജനിക്കാൻ ഇടവന്നത് എന്ന് പറയുന്നു. അതായത് ശ്രീല പ്രഭുപാജിയും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയൊക്കെ അത്രയും പുണ്യം ചെയ്തത് കൊണ്ടാണ് ആചാര്യന്മാരുടെ കുടുംബങ്ങളിൽ അവർ ജനിച്ചത്. അവരൊക്കെ എത്ര വലിയ മഹാ ആചാര്യന്മാരാണ്. അവരങ്ങനെയുള്ള കുടുംബത്തിൽ ജനിക്കാൻ ഒരു ഭാഗ്യം ഭഗവാൻ നൽകിയതാണ് അവർക്ക്. അതുകൊണ്ട് എന്തായി, അനേക കോടി ജന്മങ്ങളെയാണ് അവർ നന്നാക്കി ഭഗവാന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത്, അല്ലേ? അവരില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അറിയുമായിരുന്നു? ഒരിക്കലും ഇല്ല. നമുക്ക് അറിയാനില്ല. നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയുള്ളൂ. നമുക്കും കൂടുതൽ ഭഗവാനെ കുറിച്ച് അറിയില്ല. അവരുള്ളത് കൊണ്ട് നമ്മളും അറിഞ്ഞു. അപ്പൊ അവരുടെ ഒരു പുണ്യം ആലോചിച്ച് നോക്കണം. ബിന്ദമ്മ, ആ പൈപ്പിനൊന്ന് റെസ്റ്റ് കൊടുത്തേക്കൂ. എന്തിനാ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണം? ഓഫ് ചെയ്യൂ അത്. ബിന്ദമ്മേ, ഇവിടെ വരൂ. ഒന്നാമത് എനിക്ക് വയ്യ, ഒച്ച എടുപ്പിക്കില്ല. ഇവിടെ വന്നിരിക്കും പ്ലീസ്. കാല് പിടിക്കാൻ ഞാൻ ചെയ്തോളാം. അവിടെ വന്നിരിക്കും. രാവിലെ 6 മണിക്ക് തുറന്ന പൈപ്പാണ്. ഇവിടെ വന്നിരുന്നത്. ചുമ്മാ ഈ കഴുകിയ പാത്രം ഇട്ട് കഴുകി ഞാൻ ചെയ്തോളാം. അവിടെ ഇരുന്നോളൂ. കൃഷ്ണന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ജീവിതാരംഭം മുതൽക്കേ ഭഗവത് സേവനത്തിന് വേണ്ടുന്ന പരിശീലനം സിദ്ധിക്കുകയുണ്ടായി. ശരിയല്ലേ? പ്രഭുപാജിക്കായാലും പ്രഭുപാജിയുടെ കൂടെയുള്ളവർക്കാണെങ്കിലും തുടക്കം മുതലേ അവർക്ക് എന്തായി, ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധം ലഭിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. ആലോചിച്ച് നോക്കണം. വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയത് ജീവിതാരംഭം മുതൽ. കാരണം പ്രഭുപാജിയുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് മഹാഭക്തനാണ്. ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമെങ്കിൽ അദ്ദേഹം 100 വട്ടം ഭഗവാനോട് ചോദിക്കുന്ന ഒരു ഭക്തനാണ്. ശ്രീല പ്രഭുപാജിക്ക് ഒരു വയ്യായിക ചെറുപ്പത്തിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ സൂപ്പ് കൊടുക്കണമെന്ന്, ചിക്കൻ സൂപ്പ് അങ്ങനെ എന്തോ കൊടുക്കണം എന്ന് പറഞ്ഞപ്പം പ്രഭുപാജിയുടെ അച്ഛൻ പറഞ്ഞു, ഈ ജന്മത്ത് ഞാനത് അനുവദിക്കൂല എന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി എനിക്ക് നഷ്ടപ്പെട്ടാലും അത് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭുപാജിയെ പൊക്കിയെടുത്ത് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്തി. ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം മതി എൻ്റെ മകൻ ജീവിക്കാൻ, അല്ലാതെ ചിക്കൻ സൂപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഭഗവാനോടുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് ആ അസുഖത്തിൽ നിന്ന് പോലും പുറത്തു കൊണ്ടുവന്ന ഒരു മഹാഭക്തന്റെ മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? ശ്രീല പ്രഭുപാജി ജനിക്കുന്നത്. അദ്ദേഹം എത്ര വലിയ പുണ്യാത്മാവാണെന്ന് ആലോചിക്കൂ. ആ അച്ഛന്റെ ഭക്തിയും നിഷ്ഠയായ ജീവിതചര്യങ്ങളും കണ്ടു വളർന്ന മകൻ വലിയൊരു പ്രസ്ഥാനം തന്നെ വളർത്തിയെടുത്തു. ആ പ്രസ്ഥാനത്തിന്റെ കീഴെ എന്തുമാത്രം ഭക്തരെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ ഇന്നും ഭഗവാനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുമായിട്ടൊരു ബന്ധം പുലർത്താൻ സാധിക്കുക എന്ന് പറയുന്നത് പോലും ശ്രേയസ്കരമാണ്. നമ്മളൊക്കെ കഴിഞ്ഞ ജന്മം എന്തോ വലിയ വലിയ പുണ്യം ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ശ്രീല പ്രഭുപാജിയുടെ ഗ്രന്ഥത്തിലൂടെ ഭഗവാനെ അറിയാൻ സാധിക്കുന്നത്. ഒരിക്കലും അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. അതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. പിന്നീട് അതീന്ദ്രിയ വ്യവസ്ഥയുടെ ക്രമമനുസരിച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്തു, അല്ലേ? ഇല്ല മാതാജി, കഴിഞ്ഞു. അപ്പോ പ്രഭുപാജിയും അദ്ദേഹത്തിന്റെ ഗുരുവും പിന്നീട് എന്ത് ചെയ്തു? അവർ തമ്മിൽ കണ്ടുമുട്ടി ജീവിതയാത്രയിൽ. അങ്ങനെ അവര് വലിയൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയെടുത്തു. ചിന്തിക്കണം. പ്രഭുപാജിയുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, ശിഷ്യ, എനിക്ക് നിന്നിൽ നിന്ന് വേണ്ടത് പാശ്ചാത്യ ദേശങ്ങളിൽ പോയി നീ കൃഷ്ണാവബോധം പറയുക എന്ന് പറയുന്ന ഒരു ആവശ്യമാണ്. അത് നീ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പാശ്ചാത്യ ദേശങ്ങളിലെല്ലാം ശ്രീല പ്രഭുപാജി പോയി. എല്ലായിടത്തും കൃഷ്ണാവബോധത്തെക്കുറിച്ച് പറഞ്ഞു നടന്നു. എന്തുമാത്രം ജനങ്ങൾ ഭഗവാനിലേക്ക് എടുത്തു. എത്ര വലിയ പ്രസ്ഥാനം ഉണ്ടായി. ആ പ്രസ്ഥാനത്തിൽ കാലെടുത്ത് വെക്കുന്നവൻ വിശപ്പറിയാതെ പുറത്തിറങ്ങുന്നു. സദാ പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുന്നു.
ഹരേ കൃഷ്ണ മഹാമന്ത്രം ലോകം മുഴുവൻ എത്തുന്നു. അപ്പം എത്ര വലിയ കാരുണ്യമാണ് ഭഗവാൻ ഒരു ഭക്തനിലൂടെ നൽകിയത്. പലേകായിരം കോടി ഭക്തന്മാരുണ്ടാകുമ്പോൾ അത് എത്ര വലിയ കാരുണ്യമായി മാറും എന്ന് ആലോചിച്ച് നോക്കുക അല്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 1 മണിക്കൂറായി. ഇനി നമുക്ക് ഡെയിലി 1 മണിക്കൂർ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, എനിക്കും ബുദ്ധിമുട്ടില്ല. സാധിച്ചാൽ ഇന്ന് അന്നദാനത്തിൻ്റെ മാവ് വന്നിട്ടില്ല എങ്കിൽ, മാവിന് പറഞ്ഞിട്ടുണ്ട്, എത്തിയിട്ടില്ല എങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യാം, ഒന്നുകൂടി എടുക്കാം. ഓക്കെ, അതെ, ഒരു ക്ലാസ്സും കൂടി നമുക്ക് എടുക്കാം. അങ്ങനെ, കാരണം അപ്പോൾ കുറേ ദിവസം ക്ലാസ് മിസ്സായതിൻ്റെ ഒരു ഇതുണ്ടാവില്ല, ക്ലാസ് പേജിലുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപരീഷൻ കി ജയ്. നമസ്തേ, ഓം ശ്രീ മാത്രേ നമഃ. സാളഗ്രാമം വീട്ടിൽ വെക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ സാളഗ്രാമം വെക്കുമ്പം അതിനനുസരിച്ചിട്ടുള്ള അവിടെ ഇരുന്നോ, അവിടെ എണീക്കാൻ ഞാൻ ചെയ്തോളാം. അടുക്കളയിൽ എന്ത് പണിയുണ്ടെങ്കിലും ഞാൻ മെല്ലെ മെല്ലെ ഞാൻ ചെയ്തോളാം. അപ്പോൾ സാളഗ്രാമം വീട്ടിൽ വെക്കുന്നതിന് തെറ്റില്ല. 5-ാം തീയതിയാണ്, 5-ാം തീയതി നോക്കാം, വെച്ചോളൂ. പക്ഷെ അതനുസരിച്ച് നമ്മളതിനെ കൊണ്ടുനടക്കാൻ പഠിക്കണം. സാളഗ്രാമം വെക്കുമ്പോൾ കുറേയേറെ സൂക്ഷിക്കാനുണ്ട്. അതിന് അഭിഷേകം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അല്ല, ബിന്ദുമ്മയെ കിച്ചണിൽ വിട്ടാൽ ശരിയാവില്ല. പൈപ്പിലെ വെള്ളം മുഴുവൻ തീർക്കും. നമ്മൾ വെള്ളം പൈസ കൊടുത്ത് മേടിക്കുന്നു. എത്ര പറഞ്ഞാലും ആ കാര്യത്തിൽ അവർക്കൊരു ഡിസിപ്ലിൻ ഇല്ല. അവരിങ്ങനെ കഴുകിയ പാത്രമേ കഴുകി നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അത് ഞാൻ തന്നെ മെല്ലെ മെല്ലെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് ശരിയാവില്ല. ഇപ്പോൾ രാവിലെ നമ്മളെ ക്ലാസ് തുടങ്ങുമ്പോൾ കഴുകി തുടങ്ങിയത്. അതിന് മാത്രം ഇവിടെ നിന്ന് ഞാൻ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്താ ഇത്രയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതിലും ഭേദം ഞാൻ തന്നെ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഹരേ കൃഷ്ണ, ഒരു 1 hour കൊണ്ട് എൻ്റെ കുക്കിംഗ് എല്ലാം തീർന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് ഇടണമെങ്കിൽ ഇട്ടോളൂ, ഞാൻ നോക്കാം. ഓക്കെ, ഞാൻ മെസ്സേജ് ഇന്നലെ കുറേ നോക്കി, ഇന്ന് ബാക്കി നോക്കാനിരിക്കുകയാണ്. നമസ്തേ, ഓം ശ്രീ മാത്രേ നമഃ. ഇവ എവിടെ പോയി? ലൈവ് കട്ട് ചെയ്യാനുള്ള ഇത് കാണുന്നില്ലല്ലോ. കണ്ടു, ശരി കേട്ടോ, എന്നാലും കാണാം.